വെറും 2 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി എടുത്തിട്ട് വരണം. എന്തെങ്കിലും ചീത്തയായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. നന്നായി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. അത് ഒരു 10-15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കത്തിയും കൊണ്ട് കുത്തുമ്പോൾ തന്നെ അറിയാം നമുക്ക് വെന്ത് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ കുരുവെല്ലാം എടുത്ത് കളയണം. അത് നമുക്ക് കൈ കൊണ്ട് കത്തിയൊന്നും വേണമെന്നില്ല. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് പൊളിഞ്ഞ് വരും കേട്ടോ. അത് കുരുവെല്ലാം കളഞ്ഞെടുക്കാം നമുക്ക്. ഞാനത് കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 300 ഗ്രാം തന്നെ കൽക്കണ്ടം വേണം കേട്ടോ. കൽക്കണ്ടമാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര അതേ അളവിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി കൽക്കണ്ടം പൊടിച്ച അതേ ജാറിലേക്ക് തന്നെ നമുക്ക് നെല്ലിക്ക വേവിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ട് നന്നായി അരഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൽക്കണ്ടത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായി അരയും. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അങ്ങനെ ഞാനത് കൽക്കണ്ടത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടി നന്നായി അരഞ്ഞിട്ടുണ്ട്. അതെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ അരച്ചെടുത്ത നെല്ലിക്കയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചില്ല കൽക്കണ്ടത്തിൻ്റെ പൊടി, അത് മുഴുവനായിട്ട് 300 ഗ്രാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറച്ചധികം സമയം ഇളക്കേണ്ടതുണ്ട് ഇത്. അതുകൊണ്ട് പതുക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി ഇത് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നെല്ലിക്ക നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാൻഡി ഉണ്ടാക്കി വെച്ചാൽ ദിവസവും രാവിലെ ഓരോന്ന് മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കഴിക്കാൻ ഒരു ക്യാൻഡിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലുണ്ട് ഇത് കഴിക്കാൻ. പിന്നെ നമ്മൾ പഞ്ചസാരയാണ് ചേർത്തുന്നതെങ്കിൽ കൽക്കണ്ടത്തിനേക്കാട്ടിലും മധുരം ഉണ്ടാവും കേട്ടോ. അത് കൽക്കണ്ടം ചേർത്തുന്നതുകൊണ്ട് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം പോലെ പഞ്ചസാരയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൽക്കണ്ടം ഇട്ട് ചേർത്താൽ മതി. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നെല്ലിക്ക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഇങ്ങനെ ഒരു കട്ടിയായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റൊക്കെ ആയിട്ടോ എനിക്കിത് കട്ടയായിട്ട് നല്ല പാനിൽ നിന്നൊക്കെ വിട്ട് വരാനുള്ള പരുവാവാൻ. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല ഇങ്ങനെ ഉണ്ടയായിട്ട് വരും. അതുവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്ക്വയർ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ഷേപ്പ് റൗണ്ട് ആണെങ്കിലും എടുക്കാം. സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ പേപ്പറിൽ ഓയിൽ തടവിയാൽ നല്ലത്. കാരണം ഇതൊരു ചൂയി ടെക്സ്ചറാണ്. നമുക്ക് പെട്ടെന്നൊന്നും വിട്ട് കിട്ടൂല. അതുകൊണ്ട് ബട്ടർ പേപ്പറിൽ എണ്ണ തടവിയാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ തണുപ്പൊക്കെ മാറുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. സെറ്റായി വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ എടുത്തു സെറ്റാവാൻ. സെറ്റായി വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നല്ല ക്യാൻഡിയുടെ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിക്കാനും അതേപോലെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുഞ്ഞു കുഞ്ഞു സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത്
കട്ട് ചെയ്യുമ്പോൾ ആ കത്തിയിലുണ്ടല്ലോ കുറച്ച് നെയ്യോ ഓയിലോ ഒക്കെ തടവി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തിയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അതൊരു ചൂയി ടെക്സ്ചർ ആയതുകൊണ്ട് നമുക്ക് കത്തിയിൽ നിന്ന് ഒരു വിട്ട് കിട്ടാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ മേലേക്ക് കൽക്കണ്ടത്തിൻ്റെ പൊടി ഒട്ടാതിരിക്കാൻ കൽക്കണ്ടത്തിൻ്റെ പൊടി വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാൻഡി മുഴുവനും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.